ശ്രീ കെന്നഡി കരിമ്പൻകാല, ഫ്രാൻസിസ് മാർപ്പാപ്പയെ താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? തീർച്ചയായും ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പേര് പറയുമ്പോൾ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ സുപ്രീമായിരുന്ന ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം ഇവിടെ പറയുന്നതോടുകൂടി എൻഡ് ഓഫ് എൻ എറ, ഒരു ചരിത്രത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണെന്ന് പറയേണ്ടി വരും. കത്തോലിക്ക സഭയിൽ വിപ്ലവകരമായ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കിയ മുമ്പ് ഉണ്ടായിരുന്ന പാപ്പമാർ എടുക്കാതിരുന്ന തീരുമാനങ്ങൾ അഥവാ അത്രയും ധൈര്യം കാട്ടാതിരുന്ന തീരുമാനങ്ങൾ ധൈര്യപൂർവം എടുക്കുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും അദ്ദേഹം കാട്ടിയ ധൈര്യം, അദ്ദേഹം കാട്ടിയ ഒരു പ്രത്യേക വൈഭവം, അദ്ദേഹം എപ്പോഴും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിന് പോലും വേണ്ടി ശബ്ദിച്ചിരുന്നു. കത്തോലിക്ക സഭയില് ഒരു യഥാർത്ഥ ഒരു പ്രകൃതി സ്നേഹി എന്നുകൂടി അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. കാരണം പരമ്പരാഗതമായ ഫ്യൂണറൽ രീതികൾ, നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ശവടക്ക രീതികൾ എന്ന് പറഞ്ഞാൽ, ഖബറടക്ക രീതികൾ എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് മടങ്ങുക എന്ന ഒരു പരമ്പരാഗത രീതിയാണ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇലക്ട്രിക് ക്രിമിറ്റോറിയം ഉപയോഗിക്കുന്നതിനും അങ്ങനെ ഈ ഭൂമിയെ പൊല്യൂട്ട് ചെയ്യുന്ന നടപടിയിൽ നിന്ന് കത്തോലിക്ക സഭയെ സാവധാനം മാറ്റുന്ന ഒരു രീതിയിലേക്ക് കൂടി അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കടന്നുപോയ കാലുകൾ കഴുകൽ ശുശ്രൂഷ അടങ്ങുന്ന മോണ്ടി തേഴ്സയിലെ പെസഹ വ്യാഴാഴ്ചയിലെ അത്തരം ശുശ്രൂഷകളിൽ മുമ്പൊരിക്കലും ഒരു തുല്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തീർച്ചയായും സഭയിൽ നിലനിന്നിരുന്നു. ഒരിക്കലും സ്ത്രീകൾക്ക് ആ അൾത്താരിൽ കയറാനോ അത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഫ്രാൻസിസ് പാപ്പ അതും അവസാനിപ്പിച്ചു. കത്തോലിക്ക സഭയിൽ 12 സ്ത്രീഹന്മാർ ചരിത്രത്തിൽ ബൈബിളിൽ നമ്മൾക്കറിയാം 12 പുരുഷന്മാരായിരുന്നുവെങ്കിലും ആ ശുശ്രൂഷയുടെ കൊമമറേഷൻ നടക്കുമ്പോൾ അതിന് തുല്യത ഉണ്ടാവണം എന്ന് അദ്ദേഹം ശഠിച്ചു. കത്തോലിക്ക സഭയുടെ പള്ളികളിൽ അതോടുകൂടി സ്ത്രീകളുടെ കല്ലുകഴുകുന്ന ശുശ്രൂഷയിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രക്രിയയും ഇതിനിടെ തന്നെ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ. അത് മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യരാശിയുടെ ഒരു സമാധാന പ്രേമി കൂടിയായിരുന്നു. ലോകത്തിന്റെ ഒരു ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു മീഡിയേറ്റർ, ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ഒരാൾ. ഇപ്പൊ തന്നെ യുക്രൈൻ റഷ്യ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടു. ഏറ്റവും ശക്തമായി ഇടപെട്ടത് ഗാസയിലാണ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായും പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹം നിരവധി തവണ ബന്ധപ്പെടുകയും ഗാസയിൽ സമാധാനം പുലരണം എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യ സ്നേഹി കൂടെയാണ്. ഒരു മതത്തിന്റെ തലവനായിരിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് ടു ബി എ സെക്യുലറിസ്റ്റ്. ഒരു മതത്തിന്റെ ഒരു സുപ്രീം ഒരു ഗ്ലോബൽ സുപ്രീം ആയിരിക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെ പഠിക്കാനും മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും അദ്ദേഹം പഠിപ്പിച്ചു, കത്തോലിക്കരെ പഠിപ്പിച്ചു. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാതിരിക്കാൻ കഴിയില്ല, അദ്ദേഹം വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ മടിക്കാത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാചകം മറന്നുകൂടാ: സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസിയാകണമെന്നില്ല. വളരെ വിരോധാഭാസമെന്ന് നമുക്ക് തോന്നാം. ബൈബിളിലും മറ്റ് കത്തോലിക്ക സഭയുടെ നാളിതുവരെയുള്ള ആഖ്യാനങ്ങളിലും ചരിത്രത്തിലും പഠനങ്ങളിലുമെല്ലാം ക്രിസ്തുവിനെ പറ്റണമെന്നും ക്രിസ്തീയത തുടരണമെന്നും ക്രിസ്തു വിശ്വാസിയാകണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നും സഭ ശഠിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകാൻ വിശ്വാസിയെ ആകണമെന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിശ്വാസിക്ക് SC/ST പോലും
അനന്തതയിലേക്ക് എത്താൻ കഴിയുമെന്ന് വിളിച്ചു പറയാൻ മടിക്കാത്ത ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളോടുകൂടി ചരിത്രത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ശേഷമാണ് മിസ്റ്റർ ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നത്.